കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെലിവിഷൻ ചാനലുകളെ വലിയ ചർച്ചയായിരുന്നു വൈഷ്ണവ് സുരേഷ്. കാര്യമൊന്നുമില്ല, ചെറിയ കാര്യമാണ്, പക്ഷേ വലിയ കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന് മത്സരിക്കാമെന്ന തീരുമാനമായി. വൈഷ്ണവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. വിവാദ സമയത്ത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും പാർട്ടിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചെന്നും വൈഷ്ണവ് സുരേഷ്. അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് അത്രയും മാനസിക സംഘർഷങ്ങൾ നേരിട്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ അതെല്ലാം നല്ലതിനായിരുന്നു എന്നുള്ളൊരു തോന്നലുമുണ്ട്. ഈ വാർഡിലുള്ള എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്നു. അതായത് ഒരു ചേരി തിരിഞ്ഞ് നിൽക്കാതെയോ ഒന്ന് തിരിഞ്ഞു നിൽക്കാതെ ഒന്ന് പിണങ്ങി നിൽക്കാതെ ഒരു പിണക്കം പോലും ഇതുവരെ എന്നോട് കാണിക്കാതെ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങുന്ന ഫൈറ്റ് ചെയ്തു. വൈഷ്ണവിയുടെ വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് നിയമവാഴ്ചയുടെ വിജയമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, വൈഷ്ണവിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുക, അവർക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും, ഇതൊക്കെ തന്നെ ആളുകൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. മുട്ടട വാർഡിലെ അവസ്ഥ എങ്ങനെയാണിപ്പോൾ? SKN തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സാധാരണ ഡിവിഷൻ മാത്രമായിരുന്നു മുട്ടട. അതിൽ ഈ കഴിഞ്ഞ 25 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായി അതൊരു സ്റ്റാർ ഡിവിഷനായി മാറുന്നതിന് കാരണവും നമ്മൾ ഈ സൂചിപ്പിച്ച വൈഷ്ണവ് സുരേഷ് തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 ദിവസമായി സംസ്ഥാനത്തുടനീളം ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് മുട്ടട ഡിവിഷനിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള KSUകാരിയായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന വൈഷ്ണവിയുടെ പേര് നീക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഈ പരാതിക്കാരനായിട്ടുള്ള മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള ധനേഷ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കള്ളവോട്ട് ചെയ്തു. ലോക്സഭയിലും വൈഷ്ണവ് സുരേഷ് കള്ളവോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോഴും കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. നേരത്തെ തന്നെ മുട്ടടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് മുട്ടട വാർഡിൽ വോട്ട് ചേർക്കുകയായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഈ പരാതിക്കാരനായിട്ടുള്ള CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ വൈഷ്ണവ് സുരേഷ് മണ്ഡലത്തിലെ ഡിവിഷനിലെ പ്രചാരണമടക്കം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ. കാരണം ഈ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല. അങ്ങനെ ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലടക്കം വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പിന്നീടാണ് കോൺഗ്രസ് അതൊരു നിയമവഴിയിലേക്ക് പോവുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്യുന്നത്. അവിടെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാകുന്നു. ഒരു 24 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അത് സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ ഒഴിവാക്കരുത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായത്. അതുപോലെ തന്നെ ഇൻജസ്റ്റിസ് എന്ന വേർഡ് കൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പരാതിക്കാരെയും അതുപോലെ തന്നെ വൈഷ്ണവ് സുരേഷിനെയും കോർപ്പറേഷനിലെ ജീവനക്കാരെയും വിശദമായി കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അല്പസമയം മുന്നേ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതിലാണ് ഈ വൈഷ്ണവ് സുരേഷിന്റെ പേര് വീണ്ടും ചേർത്തിരിക്കുന്നത്. സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ വീണ്ടും വൈഷ്ണവ് സുരേഷിന്റെ പേര് ചേർത്തിരിക്കുന്നു. ഇനി വൈഷ്ണവിക്ക് സ്ഥാനാർത്ഥിയാകുന്നതിൽ ഒരു അനിശ്ചിതത്വമില്ല. സ്ഥാനാർത്ഥിയായി വീണ്ടും പ്രചരണം ആരംഭിക്കാമെന്നുള്ളതാണ്. നേരത്തെ SKN ചോദിച്ചതുപോലെ തന്നെ മുട്ടടയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നതും കഴിഞ്ഞ 25 വർഷമായി ഇടതുമുന്നണി മാത്രം ഭരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇടതിന്റെ ഒരു കോട്ട എന്നൊക്കെ പാർട്ടിക്കാർ വിശേഷിപ്പിക്കുന്ന ഒരു ഡിവിഷനാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നു, അത് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നു. ഇനി കോൺഗ്രസ് പ്രചരണം നടത്താൻ പോകുന്നതും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായി സ്ഥാനാർത്ഥിയുടെ വോട്ട് വെട്ടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ CPM അവിടെ രാഷ്ട്രീയം കളിച്ചു എന്നടക്കമുള്ള പ്രചരണ വിഷയങ്ങൾ മുന്നിൽ കണ്ടായിരിക്കുന്ന കാര്യത്തിലും സംശയമില്ല. അതിലൊരു ജനകീയ അഭിപ്രായം എന്ന് പറയുന്നതും പലർക്കും ഈ മുട്ടട വാർഡിൽ തന്നെ വൈഷ്ണയെ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ജനപ്രിയ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി വൈഷ്ണവ് മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വൈഷ്ണവ് 24നോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു, വലിയ സൈബർ ആക്രമണങ്ങൾ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ അതിജീവിച്ച് ജയിക്കും, ആ ഒരു കോട്ട തകർക്കുമെന്നുള്ളതാണ് വൈഷ്ണയും പറയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 5 ദിവസത്തെ അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവിലൂടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വൈഷ്ണയ്ക്ക് മത്സരിക്കാം. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഈ ഉത്തരവോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.